LPSA UPSA മാത്രമല്ല നമ്മുടെ മുന്നിലുള്ള അവസരം. അടുത്ത ഒരു ഏകലവ്യ വരുമ്പോഴത്തേക്കും അതിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവണം. സീറ്ററ്റ് വേണമെങ്കിൽ സീറ്ററ്റ് എഴുതിയെടുക്കണം. അത് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തവർക്കും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്തവർക്കും ഇനി അറ്റംപ്റ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ കേറ്ററ്റിന്റെ എക്സാം റിസൾട്ട് വന്നു ഇന്നലെ അല്ലേ? ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ്. ഇപ്പം പൊതുവെ കേറ്ററ്റിൻ്റെ റിസൾട്ട് കഴിഞ്ഞാൽ അടുത്തത് ഇനി LPSA UPSA. അപ്പം കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോവുക. എന്നാൽ LPSA UPSA മാത്രമല്ല നമ്മുടെ മുന്നിലുള്ള അവസരം. അത് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തവർക്കും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്തവർക്കും ഇനി അറ്റംപ്റ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ്. സോ ത്രൂ ഔട്ട് കാണുക. കേട്ടിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തവരായിക്കോട്ടെ ചെയ്യാത്തവരായിക്കോട്ടെ, നിങ്ങളുടെ മുന്നിൽ എന്തെല്ലാം അവസരങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ഓഫ് കോഴ്സ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് LPSA UPSA 2026. അത് തന്നെയാണ് നമ്മളുടെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. കേറ്ററ്റ് ക്വാളിഫൈ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരിയിൽ അടുത്ത അവസരം വരുവാണ്, ശരിയല്ലേ? സോ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഈ ഒരു എക്സാം ക്ലിയർ ചെയ്താലും നമ്മുടെ മുന്നിൽ എന്തുണ്ട്? LPSA UPSA 2026 വരാൻ പോകുന്ന മെഗാ വിജ്ഞാപനം നമ്മുടെ മുന്നിലുണ്ട്. കേറ്ററ്റ് ഓൾറെഡി ക്വാളിഫൈ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുമ്പം, ഇനി ഒരു വർഷമില്ലേ വിജ്ഞാപനം വരാൻ എന്നൊക്കെ ചിന്തിക്കുമ്പം ഓർക്കേണ്ട കാര്യം, ആയിരക്കണക്കിന് കുട്ടികൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഓൾറെഡി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഈവൻ കോമ്പറ്റീറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളോടൊപ്പം തന്നെ CC ലേണിംഗ് ആപ്പിലൂടെ എത്രയോ ഉദ്യോഗാർത്ഥികൾ കേറ്ററ്റ് അല്ലെങ്കിൽ LP UP, കേറ്ററ്റിന് ശേഷം LP UP എക്സാമിലേക്ക് പഠനം മുന്നോട്ട് വളരെ റിഗറസ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ സിലബസ് ഒറ്റ നോട്ടത്തിൽ കുട്ടികൾ പറയാറുണ്ട്, കേറ്ററ്റിലെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, കേറ്ററ്റിലെ കുറേ കാര്യങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ കേറ്ററ്റ് ഒരു യോഗ്യതാ പരീക്ഷയും LPSA UPSA ഒരു മത്സര പരീക്ഷയുമാണ്. ഇവിടെ കിട്ടുന്ന ഓരോ മാർക്കിനേക്കാളും പ്രാധാന്യമുണ്ട് നഷ്ടപ്പെടുന്ന ഓരോ 0.33 മാർക്സിനും. ആ ഒരു കാര്യം ഓർത്ത് തന്നെ വേണം നമ്മൾ LPSA UPSAക്ക് പഠിക്കാനായിട്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ LP UP റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് CCയിലൂടെ തന്നെയാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന എല്ലാ പരീക്ഷകളിലും ഏറ്റവും മികച്ച റാങ്കിലൂടെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ എത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് LPSA UPSA. അതുകൊണ്ട് തന്നെ LPSA UPSA പരീക്ഷ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ഒരു എക്സാം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ കേറ്ററ്റ് എക്സാം ക്ലിയർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളോട് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഫെബ്രുവരിയിൽ ഇനി ഒരു 45 പ്രൊഡക്റ്റീവ് ഡേയ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ നമ്മുടെ അടുത്ത കേറ്ററ്റ് പരീക്ഷ വരികയാണ്. ആ കേറ്ററ്റ് വളരെ വളരെ നിർണായകമാണ്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ LPSA UPSA 2026 വരാൻ പോകുന്ന വിജ്ഞാപനത്തിന് മുൻപായിട്ട് റിസൾട്ട് വരുന്ന ലാസ്റ്റ് എക്സാം ആയിരിക്കും ഇത്. ഫെബ്രുവരിയിൽ പരീക്ഷ തുടങ്ങുന്ന ഒരു ജൂൺ, ഇപ്പം കുറച്ച് ഡിലേ വരുന്നുണ്ട്. പൊതുവെ 2 മാസത്തിനുള്ളിൽ റിസൾട്ട് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിലായിട്ട് ചെറിയൊരു ഡിലേ വരുന്നത് കൊണ്ട് നമുക്കൊരു ജൂൺ ജൂലൈ അല്ലെങ്കിൽ ജൂണിൽ നമ്മൾ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്താൽ പോലും അടുത്ത ഒരു വിജ്ഞാപനം വന്ന് പരീക്ഷ നടന്ന് അതിൻ്റെ റിസൾട്ട് വരിക എന്ന് പറയുന്നത് ഇനി വരുന്ന LP UP പരീക്ഷയ്ക്ക് മുൻപായി നടക്കണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന കേറ്ററ്റ് എക്സാം വളരെ വളരെ നിർണായകമാണ്. ഇനി അടുത്തതായിട്ട് നോക്കിക്കേ, ഏകലവ്യ ടീച്ചേഴ്സ് എക്സാം, അതായത് ഏകലവ്യ സ്കൂൾസിലേക്കായുള്ള ടീച്ചേഴ്സിന് റിക്രൂട്ട്മെൻറ്റ്. ഏകദേശം 7000-നടുത്ത് വേക്കൻസീസാണ് അവിടെ ഉള്ളത്. നമ്മൾ കുറച്ച് പേര് വെറുതെ അപ്ലൈ ചെയ്തിട്ടൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സീറ്ററ്റ് ഉള്ളവരും ഇല്ലാത്തവർക്കും ഉള്ള അവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് പഠിക്കുക. ഏകലവ്യ എക്സാം എന്ന് പറയുന്നത് ഡിസംബർ 13-ാം 14-ാം തീയതി അല്ലേ? ഇനി പഠിക്കാൻ സമയമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഇതാ നോക്കിക്കേ, KV നവോദയ സ്കൂൾ എക്സാംസ്, അവിടെയും അധ്യാപകരുടെ 10,000-ലധികം വേക്കൻസീസിനുള്ള പരീക്ഷ നടക്കുന്നത് 10-ാം തീയതിയും 11-ാം തീയതിയും, ജനുവരി 10-ാം തീയതിയും 11-ാം തീയതിയാണ്. ഈ 2 പരീക്ഷകളുടെയും സിലബസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ 2 പരീക്ഷകൾക്കും 2 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ടയർ 1ഉം ടയർ 2ഉം. 2 എക്സാമിനുള്ള സിലബസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇനി അവിടെയും നമ്മൾ ഓർക്കണം, ടയർ 1 നമുക്ക് ക്വാളിഫയിങ് ടയറാണ്. അതായത് ആദ്യഘട്ട പരീക്ഷ നമുക്ക് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അതിൽ ഏറ്റവും ഹൈ മാർക്കൊന്നും വേണ്ട. ആ ക്വാളിഫൈ ചെയ്യാനുള്ള സമയം നമുക്ക് ഈ 2 പരീക്ഷയ്ക്ക് ഇനിയുമുണ്ട്. കാരണം പല കാര്യങ്ങളും നമ്മൾ കേട്ടതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കുറച്ചധികം ചോദ്യങ്ങളിലൂടെയൊക്കെ പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. സോ ഈ 2 എക്സാംസിനുമായിട്ടുള്ള കോംബോ കോഴ്സസ് അടക്കം കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. മറക്കരുത്, നമ്മൾ വിട്ട് കളിക്കുന്നത് 17,000-ലധികം അവസരങ്ങളാണ്. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ കാണുക, എന്നിട്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക.
ഇനി അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് സീറ്ററ്റ് എക്സാം ആണ്. നിങ്ങളിൽ ഒരുപാട് പേര് സീറ്ററ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ സീറ്ററ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ സീറ്ററ്റ് വിളിക്കുന്നത് അല്ലേ. ഈ പ്രാവശ്യം കഴിഞ്ഞ ഒരു 4 മാസത്തിനുള്ളിൽ വന്ന പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളാണ് ഏകലവ്യ, KV, നവോദയ സ്കൂൾസിലേക്കുള്ള വിജ്ഞാപനങ്ങൾ. ടോട്ടലി 17,000 അവസരങ്ങളാണ്, അധ്യാപക അവസരങ്ങളാണ് ഈ 3 സ്കൂളിലേക്കും വന്നിരിക്കുന്നത്. ഇതിലേക്ക് ശ്രമിക്കാൻ പറ്റാതെ ആയിപ്പോയത് സീറ്ററ്റ് ഇല്ലാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ്. എല്ലാ തസ്തികയിലേക്കും അല്ല, സീറ്ററ്റ് വേണ്ടാത്ത തസ്തിക ഉണ്ടായിരുന്നു. എന്നാൽ പോലും സീറ്ററ്റ് വേണ്ട തസ്തികയിലേക്ക് ആ ഒരു സാലറി സ്കെയിൽ അല്ലെങ്കിൽ ആ ഒരു പേ സ്കെയിലിലേക്ക് ശ്രമിച്ചു പോലും നോക്കാൻ പറ്റാതെ പോയത് ആർക്കാണ്? നമ്മുടെ സീറ്ററ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാത്തവർക്കാണ്. അതായത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താ, കേറ്റഡ് എക്സാമിനെ കുറിച്ച് നമ്മൾ ഭയങ്കര കൺസേൺഡ് ആണ് അല്ലേ. കേറ്റഡ് നേടിയെടുക്കണം, ശരിയാണ്, നമ്മുടെ ലക്ഷ്യം LPSC UPSC തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നു, അറിയാതെ പോകുന്നു. അടുത്ത വർഷവും ഇതേ അവസരം വരും. സീറ്റഡ് എക്സാം എത്ര നാൾക്ക് ശേഷമാണ് ഒരു വിജ്ഞാപനം വന്നതും നമ്മളെല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. ഇനി അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ അടുത്ത വിജ്ഞാപനം എന്ന് വരും നമുക്കറിയില്ല. സോ കേറ്ററ്റ് പറഞ്ഞതുപോലെ തന്നെ സീറ്ററ്റും ഇനി നടക്കാൻ പോകുന്ന പരീക്ഷ വളരെ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സീറ്ററ്റിലേക്ക് പഠിക്കുക. സീറ്ററ്റും കേറ്ററ്റും ഒരുമിച്ച് പഠിക്കാനുള്ള സിലബസ് നമുക്ക് അറേഞ്ച് ചെയ്യുന്ന രീതിയിലൊക്കെ പഠിക്കാൻ പറ്റും. ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് വരുന്നുണ്ട്, കാണുക. എന്നിട്ട് സീറ്ററ്റ് നേടിയെടുക്കാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് നേടിയെടുക്കുക. ഇനി അതേപോലെ തന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്, നോക്കിക്കേ, സെറ്റ് എക്സാം എന്ന് പറയുന്നത്. സെറ്റ് എക്സാം നിങ്ങൾ BEdും PGയും ഉള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷെ പലരെ സംബന്ധിച്ചിടത്തോളം സെറ്റ് എക്സാം ഒരു ബാലികേറാമലയാണ്, അല്ലെങ്കിൽ അത് പഠിച്ചാൽ കിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ, അതിനേക്കാൾ ഉപരി സെറ്റ് പഠിച്ചിട്ട് എന്താ കാര്യം, HSSCയിൽ നിയമനം നടക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് HSSC കെമിസ്ട്രിയിൽ 64 അഡ്വൈസാണ് ഒരുമിച്ച് പോയത്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവസരങ്ങൾ വരുന്നത്. ഒരുപാട് അവസരങ്ങൾ പെട്ടെന്ന് വരുന്ന സാഹചര്യമാണ് ഈ വർഷം നമ്മൾ കണ്ടത് അല്ലേ. അതുകൊണ്ട് നിയമനം നടക്കുന്നില്ല അല്ലെങ്കിൽ പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുൻപായിട്ട് നമ്മളുടെ കയ്യിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ഷാർപ്പൻഡ് സ്കിൽസാണ് എന്ത്, അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാംസ് ആണ് എന്ത്, സീറ്ററ്റും സെറ്റും കേറ്ററ്റും. ഇത് 3ഉം ക്വാളിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അതിലേക്ക് ഏതിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൂടുതൽ അഡ്വൈസുകൾ പോവാം, കൂടുതൽ നിയമനങ്ങൾ നടക്കാം അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ സജ്ജരായിരിക്കുക, അതാണ് അവിടെ ചെയ്യേണ്ട കാര്യം. സോ സെറ്റ് എക്സാം ഈ വരുന്ന എന്നാണ് നമ്മുടെ ഫെബ്രുവരി 22-ാം തീയതി നടക്കാൻ പോവുകയാണ്. സീറ്ററ്റ് എക്സാം ഫെബ്രുവരി 8-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എഴുതി നോക്കാം എന്ന് ചിന്തിക്കുന്നവരോട് മക്കളെ പഠിച്ചെഴുതുക. കാരണം അവസരങ്ങൾ ഒരുപാടാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളൊക്കെയാണ് ഇതിലൊക്കെ നടക്കുന്നത്. സോ എന്തിനാണ് നമ്മൾ ഈ അവസരങ്ങൾ കളയുന്നത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ കേറ്ററ്റ് നഷ്ടപ്പെട്ടല്ലോ എന്നോ അല്ലെങ്കിൽ കേറ്ററ്റ് കിട്ടിയല്ലോ ഇനി LP അല്ലേ ഉള്ളൂ അല്ലെങ്കിൽ UP അല്ലേ ഉള്ളൂ എന്നൊന്നും ചിന്തിക്കാതെ ഇതിനിടയിൽ വരുന്ന അവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുക. അതോടൊപ്പം തന്നെ എത്രയധികം അവസരങ്ങളാണ് നമ്മൾക്കിപ്പം ഈ വരാൻ പോകുന്ന 2 മാസങ്ങളിൽ PSC വിജ്ഞാപനങ്ങളോട് വന്നത് അല്ലേ. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ എത്രയധികം അവസരങ്ങൾ, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, ഇതിലേക്കൊക്കെ നമ്മൾ ശ്രമിക്കണം. അടുത്ത LP UP ഞാൻ എഴുതുള്ളൂ എന്ന് വാശി പിടിക്കരുത്. ഇതിലേക്കൊക്കെ മുമ്പായിട്ട് നടക്കുന്ന എല്ലാ PSC പരീക്ഷകളും പഠിച്ചെഴുതണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പരീക്ഷയുടെ ടെമ്പോ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു താളം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കൃത്യമായി പഠിക്കുക. ഒരവസരവും ചെറുതല്ല, എല്ലാ അവസരത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അധ്യാപക അവസരങ്ങളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വരാൻ പോകുന്ന 2 മാസങ്ങൾ, ഇപ്പോൾ നവംബർ 28 അടക്കം ഒരുപാട് വിജ്ഞാപനങ്ങൾ നമുക്ക് വന്നു തുടങ്ങുകയാണ്. എന്തൊക്കെയാണ്? ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, CPO വരാൻ പോവുകയാണ്, SI വരും, അങ്ങനെ ഒരുപാട് വിജ്ഞാപനങ്ങൾ ഡിഗ്രി തലത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ആയിട്ട് വരികയാണ്. മക്കളെ പഠിക്കുക. നമ്മുടെ മുന്നിൽ കണ്ണ് തുറന്നു നോക്കിയാൽ മതി, ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ സറൗണ്ടിങ്സിനെ ബ്ലെയിം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. കൃത്യമായിട്ട് പഠിച്ച് നമ്മുടെ സ്കിൽസിനെ നമ്മൾ ഷാർപ്പൻ ചെയ്ത് വെക്കുക. അടുത്ത ഒരു ഏകലവ്യ വരുമ്പോഴത്തേക്കും അതിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവണം. സീറ്ററ്റ് വേണമെങ്കിൽ സീറ്ററ്റ് എഴുതിയെടുക്കണം, വേണ്ടേ? അതിന് ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. തടസ്സങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം. ന്യൂ ഇയർ ഒക്കെ വരാൻ പോവുകയാണ്. ഈ വരാൻ പോകുന്ന ന്യൂ ഇയറിൽ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻഎലിജിബിലിറ്റി കാരണം എന്തെങ്കിലും ഒരു യോഗ്യതക്കുറവ്, സീറ്ററ്റ് പോലുള്ള യോഗ്യതക്കുറവുള്ളത് കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടില്ല എന്നൊരു തീരുമാനം എടുക്കുക. പഠിച്ചു തുടങ്ങുക. വീണ്ടും കേറ്ററ്റ് ക്ലിയർ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വെരി ബിഗ് കൺഗ്രാറ്റ്സ്. കേറ്ററ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കാത്തവരോട് കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു അവസരവും കൂടിയുണ്ട് അല്ലേ. 45 ദിവസത്തിനുള്ളിൽ നമുക്ക് അടുത്ത അവസരം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. നന്നായിട്ട് പഠിച്ചാൽ കേറ്ററ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഈ കഴിഞ്ഞ 2016 മുതൽ ഈ മേഖലയിൽ നിൽക്കുന്ന അധ്യാപകരാണ്
ഈ ഒരു അധ്യാപക കൂട്ടത്തോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാം. ഏറ്റവും എഫിഷ്യൻ്റായിട്ട് അടിപൊളിയായിട്ട് അടുത്ത കേറ്ററ്റ് നേടിയെടുക്കാം. ഞങ്ങളോടൊപ്പം കേറ്ററ്റ് പഠിക്കൂ, റിസൾട്ട് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ എല്ലാ പരീക്ഷകൾക്കും കൃത്യമായിട്ടുള്ള പഠന സ്ട്രാറ്റജീസ്, ടൈം ടേബിൾ, മോക്ക് എക്സാംസ്, മോഡൽ എക്സാംസ്, പേഴ്സണൽ മെൻ്റർ സപ്പോർട്ട്, റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് സെഷൻസ്, ഇങ്ങനെ എല്ലാം ഒരു ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അതത് അധ്യാപകർ, എക്സ്പേർട്ടായിട്ടുള്ള അധ്യാപകരിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു. ഓക്കെ, സോ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അതോടൊപ്പം ഈ അവസരങ്ങൾ തിരിച്ചറിയുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. CC ലേണിംഗ് ആപ്പിൻ്റെ CTET, KTET, LPSA, UPSA സെറ്റ് കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8589083568. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്